ഇത് ഫസ്റ്റ് ഞങ്ങൾ ഈ തോല് ഇവിടെ അടുത്ത് ആടറവശാലയോ അതൊക്കെ ഉണ്ടാവും, മാനിയങ്കാവും അടുത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയിട്ട് ഫസ്റ്റ് തോല് വാങ്ങിച്ചിട്ട് വരികയാണ്. ഇത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഈ തോല് ഒന്നിനും പറ്റില്ല. അങ്ങനെ ഒരു വർഷം ആകുമ്പോഴേക്കും ഇതൊക്കെ ദ്രവിച്ച് പോയിട്ടില്ല ഈ തോല് മുഴുവൻ. അപ്പോൾ ഉപ്പിടാതെ നമുക്ക് ഈ തോല് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇതിന് നമ്മൾ വലിച്ചടിക്കണം. അതാണ് ഇതാണ്ട് ഈ ആണി അടിച്ചതിൻ്റെതായ അടയാളമാണ് 4 പുറം ആണിത്. അതിന് ശേഷം നല്ലപോലെ വലിച്ചെടുത്തതിന് ശേഷമാണ് ആ പലകിൽ നമ്മൾ ഊരിയെടുത്ത് നമ്മൾ ഏത് രൂപങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വൃത്തി ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. ചെറിയ ഗ്യാപ്പുകളൊക്കെ വരുമ്പോൾ ഈ ഉള്ളിയിട്ട് അടിക്കും. ഇത് വലുത്, അങ്ങനെ ഇത് വളവ്, ഒരു പകുതി വളവ്. ഇതും അതേമാതിരി ഒരു വളവിൻ്റെ ഒരു ഷേപ്പാണ് ഇതൊക്കെ. നെൽമണി പറയും ഈ കൊത്തിനെ. പിന്നെ ഇത് ചന്ദ്രക്കല, അത് അങ്ങോട്ട് തിരിച്ചടിച്ച ചന്ദ്രക്കല രൂപമായിട്ട് വരും ഈ കൊത്ത്. പിന്നെ ഈ രാവണൻ്റെ ഡ്രസ്സിനെ വീരാളിപ്പട്ട് എന്നാണ് പറയുക. ഇത് ശ്രീരാമനെയും രാവണനെയും മാത്രമേ ഈ കൊത്ത് കൊടുക്കുകയുള്ളൂ. ഈ കളറ് ഇതൊരു മഞ്ഞയാണിത്. ഇത് മഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മഞ്ഞയാണ് സംഭവം. ഇത് നമ്മൾ ഈ മഞ്ഞൾ, ഈ കസ്തൂരി മഞ്ഞൾ, അമ്മാതിരി സാധനങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഒരു തേക്കിൻ്റെ ചെറിയൊരു ഡാർക്കായിട്ടുള്ള കളറാണ് തേക്ക്. അതേമാതിരി ഇത് ഈ അമരേൻ്റെയാണത്. നമ്മൾ സാധാ കൂട്ടാൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നതായ അമരേൻ്റെ ഇല എടുത്തിട്ട് പിഴിഞ്ഞ് അതിൽ ഉണ്ടാക്കുകയാണത്. പിന്നെ ഈ കളർ ഇങ്ങനെ മുഴുവനും ഇത് ബാങ്ങിൻ്റെ പെയിൻ്റാണിത്. ബാങ്ങ ഒരു കറുത്ത ഒരു മങ്ങിയ കളറായിട്ട് കിട്ടുന്നത്. ഇതിൽ ഈ കൃഷിയും ഇതുമായിട്ടുള്ള ഒരു സാമ്യത വരുന്നുണ്ട്. അതാണ് ഈ നെൽമണി. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഈ പാവക്കൂത്തിൻ്റെ ഈ പരിപാടി കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് തൊഴിൽ കൃഷിപ്പണിയാണ്. അപ്പോൾ കൃഷിയും ഈ പാവകളും കോയും തോൽപ്പാവക്കൂത്തും കൂടുതൽ ബന്ധങ്ങളാണ്. അതിലുള്ള ആ നെൽമണി അതങ്ങനെ ഇതിലേക്ക് വരുന്നുണ്ട്. ചന്ദ്രക്കല ആകെ മൊത്തം പ്രകൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പാവിയിൽ കൊടുത്തിട്ട് അത് ഞങ്ങളായിട്ട് കൊടുക്കുകയല്ല, അത് പണ്ട് മുതൽക്കുള്ള പൂർവികന്മാരായിട്ട് കൊടുത്തു വന്നില്ല. കാലം മുന്നോട്ട് പോകുന്തോറും കേരളത്തിൻ്റെ ഭൂതകാലത്തെ പറഞ്ഞോതിക്കൊണ്ട് തോൽപ്പാവക്കൂത്ത് പോലെയുള്ള കലാരൂപങ്ങൾ മിന്നിമറയുന്നു. നിഴലുകൾ നെയ്തും കഥകൾ ചൊല്ലിയും ഇവർ ഒരു തലമുറയ്ക്കായി ഇപ്പോഴും ഈ കലയെ സംരക്ഷിക്കുന്നു.